പോലീസിനെതിരെ ആരോപണവുമായി തോട്ടപ്പള്ളിയിലെ സ്ത്രീയുടെ കൊലപാതകത്തിൽ ആദ്യം പ്രതിയാക്കിയ അബൂബക്കറിന്റെ കുടുംബം അബൂബക്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തി കേസിൽ പ്രതിയാക്കിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇപ്പോൾ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നിരപരാധിയായ പിതാവിനെ അകാരണമായി കേസിൽ കുടുക്കിയെന്നാണ് മകൻ മുഹമ്മദ് റാഷിം പറയുന്നത്. വാപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സീഡെടുത്ത് ചോദിച്ചു, സാറേ എന്നെ ഒന്ന് വാപ്പാനെ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ്. അപ്പോൾ പറഞ്ഞു എന്നാൽ പോയി കണ്ടോളാം, സംസാരിച്ചോളാം. ഞാൻ ചെന്നപ്പോൾ വാപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായി. മോനെ എന്നെ ഇവർ പെടുത്തിയെന്നും പറഞ്ഞ് കരയുകയായി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ വാപ്പ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാനുള്ള നിങ്ങൾക്ക് ആളെ കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല, ത്രാണിയില്ല. ഒന്ന് തട്ടപ്പെട്ടാവോ താഴെ വിടുന്നൊരു മനുഷ്യനാണ് അദ്ദേഹമാണിപ്പം. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നും പറഞ്ഞാണ് അവർ FIR ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത്? എങ്ങനെ വാപ്പ അവരെ ഈ ഒരു മനുഷ്യൻ ബലാത്സംഗം ചെയ്യുന്നതാണ്? അവിശ്വസനീയമായൊരു കാര്യമാണിത്. മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ DGP കൊടുത്തിട്ടുണ്ട്, പിന്നെ SP കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ മറ്റുള്ള മനുഷ്യാവകാശ കമ്മീഷന് കൊടുക്കും, പിന്നെ പോലീസ് അതോറിറ്റിക്ക് കൊടുക്കും. കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ഞങ്ങൾ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അബൂബക്കറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് നടത്തിയ പ്രതികരണമുണ്ടായിരുന്നു. അബൂബക്കറാണ് കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ പ്രതികരണമുണ്ടായിരുന്നു. അതുകൂടി കേൾക്കാം. പ്രതിയുടെ ഉദ്ദേശം സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് തമ്മിൽ മുമ്പിൽ അടുപ്പമുണ്ടോ എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇതൊരു ബലാത്സംഗമായതുകൊണ്ട് വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരാനൊക്കത്തില്ല. അപ്പോൾ അതിൽ അവർ ബ്രേക്ക് ഓപ്പൺ ചെയ്തു. അവരുടെ സമ്മതം ഇല്ലായിരുന്നുകൊണ്ടാണ് ഇയാൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കയറിയെന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. പ്രതിയെ ഇന്നലെ ആദ്യം 2 ദിവസം ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. സാക്ഷികളെ ആയിട്ട് ചോദ്യം ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ സബ്സിക്വൻറ്റ് ബിഹേവിയർ, ആ പ്രതികളുടെ മുടികളുടെ വൈരുദ്ധ്യങ്ങൾ അതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി വീണ്ടും 2 പ്രാവശ്യം ചോദ്യം ചെയ്ത് വിട്ടേച്ചു. ഇന്നലെ വൈകുന്നേരം വീണ്ടും വന്ന് ചോദ്യം ചെയ്തു. അദ്ദേഹം അതിൽ കുറ്റം സമ്മതിച്ചു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇപ്പോൾ കൊലപാതകം നടത്തിയ യഥാർത്ഥ പ്രതികൾ ദമ്പതികൾ പിടിയിലായിട്ടുണ്ട്. അബൂബക്കർ ഇപ്പോഴും റിമാൻഡിലാണ്. എന്ത് കാരണത്തിന്? എന്താണ് പോലീസ് അവിടെ നൽകുന്ന വിശദീകരണം? ആര്യ, ഇന്ന് കോടതി അവധിയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അപ്പോഴും അവിടെ ഒരു പീഡന കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ 14 ദിവസം കഴിഞ്ഞ് മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വെള്ളിയാഴ്ചയാണ് കേസിൽ അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാരണമായിട്ട് പോലീസ് പറഞ്ഞതാണ് നമ്മൾ DYSP പറഞ്ഞത് കേട്ടത്. അതായത് ഈ വൃദ്ധയും ഈ അബൂബക്കറും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഈ മരിച്ച ദിവസവും അയാളുടെ സാന്നിധ്യം വീട്ടിലുണ്ടായിരുന്നു. മറ്റാരും അവിടെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അബൂബക്കറിലേക്ക് അന്വേഷണം എത്തിയത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ സീനിൽ, ക്രൈം സീനിൽ അബൂബക്കറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അബൂബക്കറിലേക്ക് എത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിശദീകരണം. പക്ഷേ ഇന്നലെ ഈ സ്ത്രീയുടെ ഫോൺ മറ്റൊരിടത്ത് ഓണായി. അതായത് സിം മാറ്റിയിട്ട് ഈ ഫോൺ ഓണാക്കിയപ്പോൾ പോലീസിന് അതിന്റെ അലർട്ട് കിട്ടുകയും അങ്ങനെയാണ് അന്വേഷണം ഈ ദമ്പതികളിലേക്ക് എത്തുന്നത്. ഇവര് ആ മോഷണത്തിനാണ് എത്തിയതെന്ന് പോലീസ് പറയുമ്പോൾ കമ്മല് മാത്രമേ മോഷണം പോയിട്ടുള്ളൂ, മാലയോ വളയോ ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. അതുകൊണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് ഇന്റൻഷൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ മരിച്ചതാണോ അതോ ബലം പ്രയോഗിക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ അക്കാര്യത്തിലുള്ളൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. എന്തായാലും അബൂബക്കർ, അതായത് ഈ അബൂബക്കറിനെ ഈ കേസിൽ, കൊലപാതക കേസിൽ പോലീസ് ഒരു ധൃതി കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. കാരണം അയാള് എങ്ങനെയാണ് കൊല ചെയ്തതെന്നോ പോസ്റ്റ്മോർട്ടത്തിൽ പോലും എന്താണ് കൊലപാതക കാരണമെന്ന് വ്യക്തമല്ല. ആ ഘട്ടത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലവും വന്നിട്ടില്ലല്ലോ. ഇല്ല, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റു വിരലടയാളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇതുവരെ. അതിനായിട്ടുള്ളൊരു കാരണം പറയുന്നത് ഈ മഴ ഉള്ള ദിവസമായിരുന്നു കൊലപാതകം നടന്നത്. അതുകൊണ്ട് ഈ ഫിംഗർ പ്രിന്റ്സ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ മഴ കാരണം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിശദീകരണം അന്ന് തന്നെ പോലീസ് നൽകുന്നുമുണ്ട്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.